നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി രാജക്കാട് ഗ്രാമപഞ്ചായത്തിൽ H1N1 പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന മമ്മട്ടിക്കാനം ഏരിയയിലാണ് 2 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. മൂന്നാറിൽ കർശന പരിശോധന നടപടികളുമായി മോട്ടോർ വകുപ്പ് മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തി സഞ്ചാരികൾ. കുമളിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആന്റി റേബീസ് മരുന്ന് ലഭ്യമല്ല. മൂന്നാർ ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമിരുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനം വകുപ്പ് അതിസാഹസികമായി ഏറ്റെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി രാജക്കാട് ഗ്രാമപഞ്ചായത്തിൽ H1N1 പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന മമ്മട്ടിക്കാനം ഏരിയയിലാണ് 2 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. രോഗവ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ അടുത്ത 3 ആഴ്ചക്കാലം പ്രദേശവാസികൾ കർശനമായി മാസ്ക് ധരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മട്ടിക്കാനം മേഖലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന കർശനമായ നിർദ്ദേശം. പ്രദേശത്ത് 2 പേർക്കാണ് നിലവിൽ H1N1 സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗവ്യാപന ശേഷി കൂടിയ വൈറസ് ആയതിനാൽ തന്നെ പ്രാദേശികമായി പടർന്നു പിടിക്കൽ തടയുകയെന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആർക്കെങ്കിലും പനിയോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ കണ്ടാൽ യാതൊരു കാരണവശാലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ട് കൃത്യമായി മരുന്ന് വാങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നു മുതൽ അടുത്ത 3 ആഴ്ചക്കാലം ഈ പ്രദേശത്തുള്ള എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. കൊച്ചുകുട്ടികൾ, പ്രായമായവർ, മറ്റ് ഗുരുതരമായ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ എന്നിവർ യാതൊരു കാരണവശാലും മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത്. H1N1 വ്യാപനം തടയുന്നതിന് മാസ്ക് ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ പനിയുള്ളവരുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയവയാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ സെൽഫായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എല്ലാവരും ഒഴിവാക്കണം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പനിയോ എന്തെങ്കിലും സിംറ്റംസ്, അത് പനി, കഫം, പിന്നെ വിറയലോടുകൂടിയ പനി, ദേഹം വേദന, അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കണം. ഒരിക്കലും സ്വയം ട്രീറ്റ്മെന്റ് ചെയ്യരുത്. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം പലവിധമായ പകർച്ചവ്യാധികൾ ഉള്ള ഒരു സമയമാണ് ഇത്. അപ്പൊ നമുക്ക് മെയിനായിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതിന്റെ സിംറ്റംസ് ബേസ് ചെയ്തിട്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമായവരും, കുട്ടികൾ, ഗർഭിണികൾ, അങ്ങനെ ഉള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവരുമായിട്ട് പനി രോഗങ്ങളുള്ളവർ കോണ്ടാക്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ പുറത്തു പോകാൻ ശ്രമിക്കണം. ആരോഗ്യ പ്രവർത്തകർ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും എന്നാൽ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും പഞ്ചായത്ത് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാൽ രോഗവ്യാപനം പൂർണ്ണമായും തടയുവാൻ സാധിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിൽ കർശന പരിശോധനാ നടപടികളുമായി മോട്ടോർ വകുപ്പ് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തി സഞ്ചാരികൾ. കഴിഞ്ഞ ദിവസം സാഹസിക യാത്ര നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച വിവരം വാർത്താമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതാണ്. ഇതിന്റെ ചൂടാറും മുമ്പെയാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ സഞ്ചാരികൾ വീണ്ടും സാഹസിക യാത്ര നടത്തിയത്. മൂന്നാർ ദേവികുളം ഗ്യാപ് റോഡിൽ വീണ്ടും സാഹസിക യാത്രകൾ തുടരുന്നു. ഇത്തരം യാത്രകൾക്കെതിരെ പല കോണുകളിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ മോട്ടോർ വകുപ്പ് കർശന പരിശോധനകൾ ഏർപ്പെടുത്തി നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുത്തുവരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും തമിഴ്നാട് സ്വദേശികൾ സാഹസിക യാത്ര നടത്തിയ ദൃശ്യങ്ങൾ വീണ്ടും പുറത്തുവന്നത്. വാഹനത്തിന്റെ 2 ജനാലകൾക്കുമിടയിലൂടെയും സൺറൂഫിലൂടെയും ശരീരം പുറത്തിട്ടാണ് സഞ്ചാരികളുടെ അപകടകരമായ യാത്ര. പിന്നാലെ വന്ന വാഹനയാത്രികരാണ് ദൃശ്യം പകർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം യാത്ര നടത്തിയവരെ കണ്ടെത്തി മോട്ടോർ വകുപ്പ് നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിനു പുറമെയാണ് വീണ്ടും സാഹസിക യാത്രകൾ മൂന്നാർ മേഖലയിൽ സജീവമാകുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകണമെന്നാണ് പ്രദേശവാസികളുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. കുമളിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആന്റി റേബീസ് മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി.
കുമളിയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഹോളിഡേ ഹോം ജംഗ്ഷൻ മുതൽ കൊല്ലം പട്ടട ഭാഗം വരെയുള്ള പ്രദേശങ്ങളിലാണ് തെരുവുനായ 4 പേരെ ആക്രമിച്ചത്. കൊല്ലം പട്ടട സ്വദേശികളായ ശ്രീനന്ദു, ജസ്ന, അനിരുദ്ധ്, CSI പള്ളി പാസ്റ്റർ വിജയൻ എന്നിവർക്കാണ് കാലിനും തുടയ്ക്കും കടിയേറ്റത്. 16-ാം വാർഡിൽ ഇന്നലെ 3 കുട്ടികളെ പട്ടികടിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഡോക്ടറില്ല, ഒരു അറ്റൻഡറും ഒരു നഴ്സും മാത്രമാണ് ഇരിക്കുന്നത്. അവിടുന്ന് കുട്ടിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആംബുലൻസ് വിട്ടുതരാൻ ചോദിച്ചു. പീരുമേട് താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. ആംബുലൻസിനകത്ത് മരുന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കൂലിപ്പണി എന്ന ഞങ്ങളെപ്പോലുള്ളവർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പാടാണ്. എന്തിനാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം തുറന്നു വെച്ചിരിക്കുന്നത്? പരിക്കേറ്റവരെ ഉടൻ തന്നെ കുമളി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആവശ്യമായ ആന്റി റേബീസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും ലഭ്യമല്ലാത്തതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആക്രമണം നടത്തിയ തെരുവുനായയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ്. തെരുവുനായയെ അടിയന്തരമായി പിടികൂടാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും കുമളി സർക്കാർ ആശുപത്രിയിൽ ആന്റി റേബീസ് വാക്സിനും മറ്റ് അത്യാവശ്യ ചികിത്സാ സൗകര്യങ്ങളും സ്ഥിരമായി ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, കുമളി. മൂന്നാർ ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമിരുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനം വകുപ്പ് അതിസാഹസികമായി ഏറ്റെടുത്തു. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രവുമായ 42.72 ഹെക്ടർ 100-ലധികം ഏക്കർ ഭൂമിയാണ് ഹൈക്കോടതി വിധി വന്ന 39 വർഷങ്ങൾക്ക് ശേഷം വനം വകുപ്പ് ഔദ്യോഗികമായി കൈവശപ്പെടുത്തിയത്. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാസങ്ങളോളം നടത്തിയ രഹസ്യ നീക്കങ്ങൾക്കും സർവേ നടപടികൾക്കും ഒടുവിലാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് ഈ ഭൂമി തിരിച്ചുപിടിച്ചത്. വനംവകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിക്കവറികളിൽ ഒന്നാണ് ഇപ്പോൾ മൂന്നാർ ചിന്നക്കനാലിൽ പൂർത്തിയായിരിക്കുന്നത്. വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭൂമിയാണ് വനംവകുപ്പ് അതിസാഹസികമായി സ്വകാര്യ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം 1975 HML കമ്പനിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത 210.89 ഹെക്ടർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം. കമ്പനിയുടെ ഹർജിയിൽ 1987 ഹൈക്കോടതി അന്തിമവിധി പുറപ്പെടുവിച്ചു. 168.72 ഹെക്ടർ കമ്പനിക്ക് തിരികെ നൽകാനും അവശേഷിക്കുന്ന 42.72 ഹെക്ടർ സർക്കാരിന് ഏറ്റെടുക്കാനും കോടതി അനുമതി നൽകി. വിധി വന്നിട്ടും 2001 ഈ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം ഭൂമി കൈമാറാൻ കമ്പനി തയ്യാറായില്ല. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രമായ ഈ ഭൂമിയിലാണ് കൊളുക്കുമലയ്ക്ക് സമീപം കമ്പനി ഭൂമി പാട്ടത്തിന് നൽകി സംസ്ഥാനത്തെ ഏറ്റവും ഉയരത്തിലുള്ള സ്വകാര്യ ടെന്റ് ക്യാമ്പ് നടത്തി വന്നിരുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്ത കമ്പനി ഇവിടെ കോടികളാണ് കൊയ്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാസങ്ങൾ നീണ്ട കഠിനമായ രഹസ്യ റിസർവയ്ക്ക് ഒടുവിലാണ് സർവേ നമ്പറുകളായ 355/479, 353/482, 361 എന്നിവയിൽ ഉൾപ്പെട്ട ഈ ഭൂമി കമ്പനിയുടെ പട്ടയത്തിൽ നിന്ന് പൂർണ്ണമായി കുറവ് ചെയ്തത്, വനംവകുപ്പിന്റെ അധീനതയിലാക്കിയത്. കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഈ ദൌത്യം പൂർത്തിയാക്കിയത് ഹൈറേഞ്ച് CCAF DK വിനോദ് കുമാർ, മൂന്നാർ DFO സാജു വർഗീസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ദേവികുളം റേഞ്ച് ഓഫീസർ ED അരുൺകുമാർ, ചിന്നക്കനാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഹാരിസൺ ശശി, ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ S സജീവ് കുമാർ, സാജു TR, ഫോറസ്റ്റ് ബീറ്റ് അസി S അമ്പുമണി എന്നിവരാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചത്. 40 ഹെക്ടർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സ്ഥലം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതും കടുവ, ആന തുടങ്ങിയ വന്യജീവികളുടെ സ്ഥിര സാന്നിധ്യമുള്ള സ്ഥലമാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയർന്ന മേഖലകളിൽ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ കൊളുക്കുമല വരുന്ന ഈ പ്രദേശം. കടുത്ത എതിർപ്പുകളെ മറികടന്ന് ഉദ്യോഗസ്ഥർ ഈ ഭൂമിയിൽ വനംവകുപ്പിന്റെ ജണ്ടുകളും ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂമാഫിയകളും വൻകിട കമ്പനികൾക്കും സർക്കാർ നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ചിന്നക്കനാലിലെ ഈ വനംവകുപ്പ് നടപടി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. മഴയത്ത് മരച്ചില്ല ഒടിഞ്ഞു വീണ് യുവാവിന് ദാരുണാന്ത്യം. മഴയത്ത് ഇരുചക്ര വാഹനത്തിന് മുകളിലേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീണ് ചെമ്മണ്ണ് സ്വദേശി തടത്തിൽ പ്രദീപിന്റെ മകൻ പ്രവീണിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്.
ചെമ്മണ്ണിൽ നിന്ന് മേലപ്പാറയ്ക്ക് തന്റെ സ്കൂട്ടിയിൽ വരുമ്പോൾ ഒടിച്ചുകുത്തി വളവിന് സമീപം നിന്ന കൂറ്റൻ ചീമമുരിക്കിന്റെ ശിഖരം റോഡിലേക്ക് പതിച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഹെലിബറിയ ടീ കമ്പനിയുടെ ഉടമസ്ഥതയിലിരുന്ന സ്ഥലം ഇവർ സ്വകാര്യ വ്യക്തിക്ക് വിറ്റു. ഈ സ്ഥലത്ത് റോഡിനോട് ചേർന്ന് നിന്ന മുരിക്കിന്റെ ജീർണിച്ച വൻ ശിഖരമാണ് റോഡിലേക്ക് വീണത്. നിരവധി തവണ എസ്റ്റേറ്റ് ഉടമയോടും സ്ഥലം വാങ്ങിയ സ്വകാര്യ വ്യക്തിയോടും മരം മുറിക്കണമെന്ന സമീപവാസികൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വെട്ടാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. സമീപത്ത് പ്രവർത്തിക്കുന്ന തടി വർക്ക്ഷോപ്പിൽ ഇന്നും ജോലിക്കാർ ഉള്ളതാണ്. എന്നാൽ ഭാഗ്യം കൊണ്ട് ഇന്നവർ എത്തിയില്ല. ഇതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. ഏലപ്പാറ ചെമ്മണ്ണ് റോഡിൽ നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്നത്. ഇന്ന് ജോലിക്കില്ലാത്തത് കാരണം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം. അല്ലെങ്കിൽ ഇതിന്റെ മണ്ടയിൽ നോക്കിയാൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇത് പറഞ്ഞാണ് അത് ചെറിയ മരം അല്ലല്ലോ, ഇത്രയും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈനിന്റെയോ റോഡിന്റെയോ സൈഡിലുള്ള നമ്മൾ അത് മാത്രമല്ല, നമുക്കിത് ആർക്കും ഒരു ഗുണമുള്ള മരമല്ല. അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാവാം. അധികൃതരുടെ അനാസ്ഥ മൂലം ഇനിയും ജീവനുകൾ പൊലിയാതിരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും. സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലും ലഹരി വ്യാപാരം നടത്തിയാൽ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും ഏകോപന സമിതി ഉടുമ്പൻചോല നിയോജക മണ്ഡലം സെക്രട്ടറി സജീവ് ആർ നായർ പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള സർക്കാർ തൂഫാൻ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ അതിനെ കാണുന്നത്. യുവജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഭീമാകാരമായ ഒരു പ്രശ്നമാണ് ലഹരിമരുന്നിൻ്റെ വ്യാപനം. നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത പേരുകളിലാണ് ഇന്ന് ലഹരിമരുന്നുകൾ എത്തിച്ചേരുന്നത്. ഇതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 10 ലക്ഷത്തിലധികം വരുന്ന വ്യാപാര സമൂഹം തൂഫാൻ പദ്ധതിക്ക് അനുകൂലമായി സമൂഹത്തിൽ എവിടെയെങ്കിലും ലഹരി വ്യാപനം കണ്ടാൽ അവർക്കെതിരെ നേതൃത്വത്തെയോ അല്ലെങ്കിൽ പോലീസിനെയോ എക്സൈസിനെയോ അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതിയുമായി വളരെ വിപുലമായി സഹകരിക്കും. വരും തലമുറയെ ആരോഗ്യമുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് അത്യാവശ്യമായ അനിവാര്യമായ ഒരു ഘടകമാണ് ലഹരിമരുന്നിൻ്റെ ഉപയോഗവും വ്യാപനവും തടയുന്നത്. ലഹരി വിൽക്കുന്ന ഒരു വ്യാപാരിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗമായിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നമ്മുടെ അധികാരികളുമായി കൂട്ടുനിൽക്കുകയും ചെയ്യും. യാതൊരു വിധത്തിലുള്ള ഒരു സഹായവും സംഘടനയുടെ ഭാഗത്തു നിന്നും അവർക്ക് അനുകൂലമായി ഉണ്ടാകുകയില്ല. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്.
ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കമ്മിറ്റി നടന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് ലോക്സഭാ പാർലമെന്റ് അംഗം രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ആനച്ചാലിൽ നടന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കമ്മിറ്റി ആനച്ചാലിൽ നടന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്നും ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും എന്ന രണ്ട് പ്രധാന വിഷയങ്ങളാണ് ചർച്ചയുടെ കേന്ദ്രബിന്ദുവായതെന്നും ലോക്സഭാ പാർലമെന്റ് അംഗം രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ആനച്ചാലിൽ നടന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. From the state government representative from Tamil Nadu on the Mulliperiya Dam. We also had a very comprehensive statement by the officers from the state government of Kerala. Even the members of parliament on our committee, J.B. Mathur, an honorable MP of the Raj Sabha, and we had Mr. Tamil Selvi. He also made an elaborate presentation. And the fact remains that it is an issue of safety on one side and the issue of water availability on the other side. Both the members presented their views, the officers heard the view, and of course the chair has no comment or observation on it, and we appreciate the concerns of both the states. കേരളത്തിന്റെ ആവശ്യം വളരെ വ്യക്തമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്നതിലൂന്നിയാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്, JB മേത്തർ MP പറഞ്ഞു. വളരെ വ്യക്തമായി തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാടുമായി ഒരു യുദ്ധത്തിനല്ല, മറിച്ച് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും, വാട്ടർ ഫോർ തമിഴ്നാടു ആൻഡ് സേഫ്റ്റി ഫോർ കേരള എന്നതിലൂന്നി തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത്. പുതിയ ഡാം വേണമെന്ന ആവശ്യത്തോടൊപ്പം തന്നെ 142 അടി എന്നുള്ളത് ഉയർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല എന്ന പരമപ്രധാനമായ കേരളത്തിന്റെ അത് കേരള പൊതുസമൂഹത്തിന്റെ തന്നെ ഒരു ആവശ്യമാണ്. അതും കൃത്യമായി തന്നെ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ആനച്ചാൽ നടന്ന യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര പാർലമെന്ററി അംഗങ്ങൾ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, തമിഴ്നാടിനെ കേരളത്തെയും പ്രതിനിധീകരിച്ചുള്ള പാർലമെന്ററി അംഗങ്ങൾ, ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ആനച്ചാൽ. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ മലയോര ജനതയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇനി ദൂരയാത്രകൾ ചെയ്യേണ്ടതില്ല. ജനപ്രതിനിധിയെ കൂടുതൽ എളുപ്പത്തിൽ സമീപിക്കാൻ ഉതകുന്ന തരത്തിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു MLA പുതിയ ഓഫീസ് രാജകുമാരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ സജ്ജീകരിച്ച ഓഫീസ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. 4 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉടുമ്പൻചോല മണ്ഡലത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് MLAയുമായി കൂടുതൽ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ രാജകുമാരി ടൗണിന്റെ ഹൃദയഭാഗത്ത് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ ഒരുക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഏറ്റവും ജനപ്രിയമായ തീരുമാനമായി എന്ന് വെച്ചാൽ
ഈ നാടിനോട് അദ്ദേഹം വെച്ചുപുലർത്തുന്ന ഉദാത്തമായ കാഴ്ചപ്പാട് ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളിൽ, ഈ നാടിന്റെ ജനകീയ പ്രശ്നങ്ങളിൽ ഒരു MLA സാന്നിധ്യം അതൊട്ടും കുറവ് വരാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തിന്റെ പേരിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാവരും വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നെടുങ്കണ്ടത്തിനിപ്പുറത്ത് ഈ മേഖലയിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഈ ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി. രാജകുമാരി, രാജാക്കാട്, സേനാപതി, ശാന്തൻപാറ എന്നീ 4 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് തങ്ങളുടെ വികസന ആവശ്യങ്ങൾക്കും പരാതി പരിഹാരങ്ങൾക്കുമായി ഇനി മുതൽ ഈ ഓഫീസിനെ ആശ്രയിക്കാം. ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരിയിൽ MLAയുടെ ഈ പുതിയ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാകുന്നതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളൊക്കെ കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ, രാജകുമാരി. അപ്പർ ചെങ്കുളം ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട KSEB പ്രോജക്ട് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് തോമസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. അപ്പർ ചെങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി ചെങ്കുളം ഡാമിൽ നിന്നും വെള്ളത്തൂവലിലേക്ക് നിർമ്മിക്കുന്ന ടണൽ നിർമ്മാണത്തിലെ അപാകതകളുമായി ബന്ധപ്പെട്ട് KSEB പ്രോജക്ട് ഓഫീസിനു മുന്നിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് തോമസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ നിർമ്മാണത്തിന് ഞങ്ങൾ എതിരില്ല, പക്ഷേ ഞങ്ങൾക്ക് ദുരന്തമുണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് കേടുപാടുണ്ടാകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചു പോകാൻ പാടില്ല. ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിപ്പോകാൻ പാടില്ല. ഇത് മാത്രമേ ഇവിടെയുള്ളൂ, വേറെ കാര്യമില്ല. മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 150 മുതൽ 200 വരെയുള്ള കുഴികൾ അടച്ച് നിർമ്മാണ പ്രവർത്തനത്തിന് ഭാഗമായി സ്ഫോടനങ്ങൾ നടത്തുന്നത്. സ്ഫോടന സമയത്ത് 3 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള വീടുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. പ്രദേശത്ത് വീടുകൾക്കും വ്യവസായി സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടാകാത്ത രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. നിലവിൽ നാശനഷ്ടമുണ്ടായ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ടുവയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. യോഗത്തിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC ജയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി, അബ്ദുൽ കലാം, സജി പൂതക്കുഴി, പഞ്ചായത്ത് മെമ്പർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. പൊതുസമൂഹത്തിന് മാതൃകയായി അടിമാലി SLP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജും സംയുക്തമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈഹാനത്ത് ഷുക്കൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിന് മാതൃകയായി അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈഹാനത്ത് ഷുക്കൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികളെ മുന്നിട്ടിറങ്ങാൻ ഇത്തരം ക്യാമ്പുകൾ സഹായിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അജി MS പറഞ്ഞു. നമ്മൾ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ NSS യൂണിറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഒട്ടനവധി ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും നമുക്ക് ഒരു പിന്തുണയാവുവാൻ സഹായിച്ചിട്ടുണ്ട്. സ്കൂളിലെ സെമിനാർ ഹാളിൽ നടന്ന ക്യാമ്പിൽ അടിമാലി മേഖലയിലെ 100-ൽ പരം ആളുകളാണ് സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നതിനായി മുന്നോട്ടു വന്നത്. ക്യാമ്പിൽ വെച്ച് 30-ലധികം യൂണിറ്റ് രക്തം ശേഖരിക്കുവാൻ സാധിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ അജി MS അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അജയ് B, ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും മെഡിക്കൽ സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് രക്തശേഖരണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്ത രക്തദാതാക്കൾക്ക് NSS വോളണ്ടിയർമാർ ആവശ്യമായ സേവനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി രമ്യമോൾ, അധ്യാപകൻ സന്തോഷ് പ്രഭ, മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള ഡോക്ടർ എൽസീന, ഡോക്ടർ ബിനിജ, ബ്ലഡ് ബാങ്ക് കൗൺസിലർ ധന്യാമോൾ CD എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ.
സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,020 രൂപ, പവന് 1,04,160 രൂപ, വെള്ളി ഗ്രാമിന് 244 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി രാജക്കാട് ഗ്രാമപഞ്ചായത്തിൽ H1N1 പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന മമ്മട്ടിക്കാനം ഏരിയയിലാണ് 2 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. മൂന്നാറിൽ കർശന പരിശോധന നടപടികളുമായി മോട്ടോർ വകുപ്പ് മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തി സഞ്ചാരികൾ. കുമളിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആന്റി റേബീസ് മരുന്ന് ലഭ്യമല്ല. മൂന്നാർ ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമിരുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനം വകുപ്പ് അതിസാഹസികമായി ഏറ്റെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.